LDF കാലത്തെ പ്രധാനപ്പെട്ട കൊലപാതകങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാൻ CBIയെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ CPMന് വലിയ അമർഷമാണ്. കണ്ണൂർ നവീൻ ബാബുവിൻ്റെ മരണമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പല കേസുകളും CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന പഴയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെ തുടക്കത്തിലെ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് ഇങ്ങോട്ട് അന്വേഷിക്കേണ്ടതല്ലേ അങ്ങനെയാണെങ്കിൽ? ശരിക്കും പറയുകയാണെങ്കിൽ വാടിക്കൽ രാമകൃഷ്ണൻ്റെ ഭാര്യ ലീല എറണാകുളംകാരിയാണ്. അവരെനിക്ക് തോന്നുന്നു GSB സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു. 15-16 വയസ്സുള്ള വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ 19 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അതിൽ മുഖ്യപ്രതികളിൽ ഒരാൾ ആരാണെന്നറിയോ? നമ്മുടെ ഇപ്പോഴത്തെ കാരണഭൂതൻ പ്രതിപക്ഷ നേതാവ് അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ആ പിടിവിട്ടാൽ അദ്ദേഹത്തിൻ്റെ എല്ലാം തകർന്നു പോയിന്ന്. അവിടെ മുതൽ അന്വേഷിച്ച് തുടങ്ങാൻ മാഡത്തിൻ്റെ ചേച്ചി ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഇൻ്റർവ്യൂ കേൾക്കാൻ ആരുമില്ല, കുഞ്ഞുങ്ങൾ പോലും ആയിട്ട് അവർ രണ്ടുപേരും പൈതങ്ങളായിരുന്നു അവരുടെ വിവാഹം കഴിയുന്ന സമയത്ത്. അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് കേസും കാര്യങ്ങളൊക്കെ നടത്തിയത്. പക്ഷെ ഒന്നും ഇല്ലാണ്ട് ഇപ്പോഴും വളരെ അഭിമാനത്തോടെ പറയും, വെറുതെ വിട്ടുപോയി. വെറുതെ ഒഴിവായിപ്പോയി. ആ കേസിന് ഒഴിവായിപ്പോയി. നമുക്കിപ്പോൾ ഈ കുറേ കേസുകൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്, നവീൻ ബാബുവിൻ്റെ ഉൾപ്പെടെ. അതിനാ രാകേഷൊക്കെ എന്തൊരു ബഹളാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ആണല്ലോ, എന്താണ് CPMൻ്റെ. ആ സമയത്ത് എന്തിനാണ് ഇവർ അസ്വസ്ഥരാകുന്നത്? സത്യമല്ല എങ്കിൽ അതിൽ അവരുടെ ദിവ്യ എന്ന് പറയുന്ന ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള PP ദിവ്യ എന്താണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അവർക്കതിൽ മനസ്സറിവില്ലെങ്കിൽ പ്രതിയെ അല്ലെങ്കിൽ അവർ വെറുതെ വിടുമല്ലോ. എന്തിനാണ് ഇവരെല്ലാത്തിനും ഒരു പ്രശ്നമാണെന്ന് കരുതുന്നത്? സത്യം പറയുകയാണെങ്കിൽ പത്തനംതിട്ടയിലെ CPMകാരൊക്കെ വിത്ത് ദ ഫാമിലി ഓഫ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയായിരുന്നു. ഇത്രയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ കാണില്ല. അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു, ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു CPM കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിനെ തകർത്തെറിയാണ് ചെയ്തത്. ആ സമയത്ത് ഞാൻ പഴയ വീഡിയോസൊക്കെ ഇപ്പോൾ ഇത് വന്നപ്പോൾ ഇങ്ങനെ CBIക്ക് വീഴുന്ന പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ നവീൻ ബാബുവിനെ കുറിച്ച് ദിവ്യ മഹാമോശമായിട്ട് സംസാരിക്കുക. ഒരു മനുഷ്യനും കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ് കണ്ണൂർ കളക്ടർ. എൻ്റെ ഇവർ പറയാൻ ഞാൻ നിൽക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് ഒരു മെമൻറ്റോ കൊടുക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ളൊരു മനസ്സ് എനിക്കില്ലാന്ന്. എന്താണ് ഈ ലേഡിക്ക് പറ്റിയത്? ഒരു മനുഷ്യനെ ഇതൊക്കെ എന്നിട്ട് കൂടെ കൊണ്ടുവന്നിരിക്കുന്ന ക്യാമറാമാൻ അപ്ലോഡ് ചെയ്യാൻ അപ്പം തന്നെ. അന്ന് രാത്രിത്തെ ട്രെയിന് ശ്രീ നവീൻ ബാബു നാട്ടിലേക്ക് വരേണ്ടതാണ്. കുട്ടികളെയും ഭാര്യയൊക്കെ എന്തായാലും റിട്ടയർമെൻ്റ് ആയല്ലോ. ഇത് കണ്ടിട്ട് ഭാര്യയും 2 പെൺമക്കളും റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമ്പോഴാണ് അവർക്ക് വിവരം കിട്ടുന്നത് ഭർത്താവ് മരിച്ചു എന്ന്. ഒന്ന് ആലോചിച്ചു. പക്ഷെ അവർ പിടിവിട്ടില്ല കേട്ടോ. ഭാര്യ പിടിവിടാണ്ട് എൻ്റെ ഭർത്താവിന് നീതി കിട്ടണം, കള്ളനാക്കിയാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇത്രയും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരാൾക്ക് പെട്രോൾ ബങ്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കയറണ്ട. പക്ഷേ CBI അന്വേഷണം വേണമെന്ന് ഇപ്പോൾ പിണറായി എന്താ പറഞ്ഞതെന്നറിയോ? അല്ലെങ്കിൽ വിജയരാഘവൻ എന്താ പറയണമെന്നറിയോ? പറയാണ്, സ്വന്തം പോലീസിൽ സ്വന്തം സേനയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ സതീശൻ മോഡിയുടെ സേനയെ കൊണ്ടുവരുന്നത്? സ്വന്തം സേന എന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത് ഇവരുടെ ആൾക്കാരല്ലേ. നമ്മൾ കണ്ടു, EDക്ക് എതിരെ ചീമുട്ടെറിയാൻ വരുന്ന ബിനുവിനെ പിടിച്ചു നിർത്തുന്നില്ല പോലീസുകാർ, കൂടെ നടക്കുകയാണ് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട്. അങ്ങനെ സ്വന്തക്കാരെ എല്ലാ സ്ഥലങ്ങളിലും കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന സേനയെ സ്വന്തം സേനയെ ആക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. മഴ പെയ്ത് കഴിഞ്ഞാലും മരം പെയ്യുമെന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതുപോലെയാണ് ഇപ്പോഴും ഭരണം മാറിയിട്ടും പോലീസിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ശ്രീ രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. അതുപോലെ സതീശൻ ജി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, മധുവിന് ഓർമ്മയിലൊന്നും വിശപ്പടക്കാൻ വേണ്ടി ഒരു കടയിൽ നിന്ന് ഒരു സാധനം എടുത്തത് ആൾക്കൂട്ടാണ് അദ്ദേഹത്തിന്. ആരോപണം മാത്രമാണ് ഇത്. പലതും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് പല ഭാഗങ്ങളിലുള്ള കഞ്ചാവ് കടത്ത്, കച്ചവടം, കൃഷി, അതുപോലുള്ള പരിപാടികൾ, ലഹരി മാഫിയ, ഇതുവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മധു ഇത് പലതും കാണുകയുണ്ടായി. ഇത് വെളിയിൽ പറയുമെന്നുള്ള പേടികൊണ്ടാണ് അദ്ദേഹത്തിന് അവര് ഒരു സന്ദർഭം ഉണ്ടാക്കി കൊലപ്പെടുത്തിയതെന്ന് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ തുളസി ഇപ്പോഴത്തെ SC വിഭാഗം ഇവരുടെ കാര്യങ്ങൾ നോക്കേണ്ട ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന തുളസി പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഇത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകും, ഇവിടെ കൊണ്ട് അവസാനിച്ചില്ല. മധുവിൻ്റെ കൊലപാതകത്തിൽ 1-ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. ബാക്കി കുറച്ച് പേർക്കൊക്കെ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 1-ാം പ്രതി എങ്ങനെ ഒന്നും ചെയ്യാണ്ടാവുന്നത്? അപ്പം അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ വിഷ്വൽസും ഇവർ മാച്ച് കളഞ്ഞിട്ടുള്ള
FIR ആണ് കോടതിക്ക് മുന്നാലെ സമർപ്പിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തുളസി മാഡം വന്ന് വളരെ ഡിലിജൻ്റായിട്ട് പറയുകയുണ്ടായി, ഞാൻ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുന്നു. അപ്പോൾ അത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. എല്ലാവർക്കും ആരായിക്കോട്ടെ, ഗോത്രവർഗ്ഗക്കായിട്ടൊരു ഭിക്ഷ നേടി നടക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, എല്ലാവർക്കും ഇവിടുത്തെ നിയമം ഒരുപോലെയാണ്. ഒന്നാം പ്രതി എന്നുള്ള മനുഷ്യൻ ഒന്നാം പ്രതി വെറുതെ ആവില്ല. അടുത്ത് നിൽക്കുന്ന ഒരാളെ പിടിച്ച് ഒന്നാം പ്രതിയാക്കോ? എന്തെങ്കിലും കാര്യമായിട്ടുള്ളൊരു കാര്യം അത് അദ്ദേഹത്തിന് മനസ്സറിവോടെ നടന്നുകൊണ്ടാണ് ഒന്നാം പ്രതി എന്ന് പട്ടികയിൽ പേര് വന്നിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിനെ വെറുതെ വിട്ടതിനെതിരെ ഈ തുളസി എന്ന് പറയുന്നുള്ള മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി, വളരെ നല്ല കാര്യം സുപ്രീം കോടതി പോകുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയണമല്ലോ. നമ്മൾ ശ്രീനിവാസൻ ആലപ്പുഴയിൽ BJPയുടെ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീനിവാസൻ ജി കൊല്ലപ്പെട്ടു. ഞാൻ പോയതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ? ഇങ്ങനെ കൊല്ലാൻ പറ്റുമോ? ആ അമ്മ തടസ്സം പിടിക്കുന്നപ്പോൾ അവരെ വലിച്ച് നിലത്തിട്ട് 4 കാലുള്ള കസേര ഉണ്ടല്ലോ, കസേര അവരുടെ മുകളിലേക്ക് 4 ഭാഗത്തായിട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ അടിയിൽ കിടക്കുക, അതിൻ്റെ മുകളിൽ ഇവർ കയറിയിരിക്കുന്നു. പ്രിയൻ, ആ ചേച്ചി എൻ്റെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചേച്ചിയാണ്. എന്നെ കാണണം, ഞാനപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മഹിളാ മോർച്ചയുടെ. അമ്മ പറഞ്ഞു, അമ്മയുടെ കൂടെ ഈ TV-യിൽ ചേച്ചി കിടന്ന് കരയണ കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ കയറി, എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർ കാണണമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ കെട്ടിപ്പിടിച്ച് കരയുക. കൊല്ലുന്നതിൻ്റെ അല്ല, എന്നെ അവിടെ പെടഞ്ഞ് ഞാൻ കിടക്കുക. എൻ്റെ കൺമുമ്പിൽ എൻ്റെ തല എനിക്ക് മാറ്റാൻ പോലും പറ്റില്ല. എൻ്റെ മോൻ്റെ നേരെയാണ്, മോനെ കൊല്ലുന്നതിൻ്റെ നേരെയാണ് ഇരിക്കുന്നത്. മകള് കാണുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പ്രിയൻ, ആ മോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു രൂപമുണ്ട്, അവിടെ പോയിട്ടൊരു കടലാസ് അത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ നോക്കും. എന്താ ചേച്ചിയും ചോദിച്ചപ്പോൾ പറയായിരുന്നു, അച്ഛനെ എവിടെ, കുഞ്ഞായിരുന്നു അത്, അച്ഛനെവിടെയും ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അച്ഛനെന്താ വരാത്തെ, അച്ഛൻ്റെ മോളുടെ മുമ്പിൽ കിടന്നാണ് അദ്ദേഹം മരിച്ചത്. പക്ഷെ അതൊന്നും കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ഒരു പ്രായമായിട്ടില്ല. അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളയില്ലേ, അവളുടെ മനസ്സത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, മോള് അമ്പാട്ടിയുടെ കാൽക്ക് കൊണ്ട് എഴുതി വയ്ക്കുക. എവിടെ? അമ്പാട്ടിയുടെ അടുത്താണല്ലോ പോയത്, എപ്പോഴാണ് വരിക അച്ഛാ, മോള് കാത്തിരിക്കുന്നു എന്ന് എഴുതി വയ്ക്കാൻ. ഇത്തിരി ഇമോഷണൽ ആവുന്നുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ കാണുന്ന പോലെ അനുഭവിക്കുകയാണ്. അപ്പോൾ ആ മോൾ അവിടെ കൊണ്ട് എഴുതി വെച്ചു. അവൾക്കൊരു വിശ്വാസം വരാൻ വേണ്ടി ഇവരതെടുത്ത് മാറ്റി. മറുപടി എപ്പോൾ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവളെ 10 മിനിറ്റ് കൂടുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ രൂപം പൊക്കി നോക്കുന്നു. മറുപടി എത്തിയോ? എന്ത് മറുപടി കൊടുക്കണമെന്ന് അച്ഛമ്മയ്ക്കും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല. പക്ഷെ കുഞ്ഞ് വിചാരിക്കുന്നു ആ എഴുത്ത് ദൈവം അച്ഛന് കൊടുത്തു, അവിടെ നിന്ന് അത് കാണാണ്ട് പോയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിനും ഒരു മറുപടി വേണ്ടേ. എന്നിട്ട് അവരെങ്ങനെയാണ് പോയതെന്നറിയാമോ? നടന്ന് ഹാപ്പിയായിട്ട്, അന്ന് എല്ലാവരും മാസ്ക് വയ്ക്കുന്ന സമയമാണ്, മാസ്ക് ഒന്നും ഇല്ലാണ്ട് നടന്ന് ഇദ്ദേഹത്തെ കൊന്നിട്ട് നടന്നു പോവുകയാണ് ചെയ്തത്. ഇവർ കിടന്ന് ആർത്തലച്ച് കരഞ്ഞിട്ടും ആരും വരുന്നില്ല പേടിച്ചിട്ട്. 5-6 വീട് അപ്പുറം താമസിക്കുന്ന ഒരാളാണ് ആദ്യമായിട്ട് വന്നത്. ഇദ്ദേഹം മരിച്ചു എന്നിവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വിചാരിക്കില്ലല്ലോ മരിച്ചെങ്കിൽ പോലും നമ്മളുടെ മനസ്സിലൊരു ഹോപ്പുണ്ടാവും. പെറ്റ അമ്മയാണ്, ഭാര്യയാണ്, ജീവനോടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അതിലേക്ക് നമുക്കൊരു പ്രോബ് ഒന്ന് ആയാലോ. ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഇവരുടെ കാലഘട്ടത്തിൽ നടന്ന കാര്യമല്ലേ, പിണറായി ആഭ്യന്തരമന്ത്രി അയക്കുന്ന സമയത്ത് നടന്ന മരണമല്ലേ. അതിലേക്ക് നമുക്കൊന്ന് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിലൊരു അന്വേഷണത്തിലേക്ക് പോയാലോ. അഭിമന്യു, അത് മനസ്സിൽ നിന്നും മായാത്തൊരു രംഗം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരിക്കൽ കൂടെ പറയുന്നു. പച്ച സ്വെറ്റർ ഇട്ട് മല ഇറങ്ങി വന്ന സ്വെറ്റർ പോലും മാറ്റാണ്ട് ആ അമ്മ, അഭിമന്യുവിൻ്റെ അമ്മ, ആ മൃതശരീരത്തിൽ ചലനമറ്റ മകൻ്റെ ശരീരത്തിലേക്ക് വീണ് കിടന്ന് ഞാൻ നൊന്തു പെറ്റ പൊന്നു മകനെ എന്ന് പറഞ്ഞ് ആർത്തലച്ച് കരഞ്ഞ ആ രംഗം, അതിനും ഞാൻ സാക്ഷിയാണ്. മഹാരാജാസ് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ആ അമ്മയുടെ ചിത്രം. ആരൊക്കെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ല. അതിലേക്കും അതിനുശേഷം ഹൈക്കോടതിയുടെ മുമ്പിൽ വച്ച് പോലീസ് വണ്ടികളുടെ മുമ്പിൽ കയറി ഒരു ശിവതാണ്ഡവം നടത്തിയിരുന്നു. എന്തെങ്കിലും നടന്നോ? അപ്പോൾ അതിലേക്കും നമുക്കൊരു അന്വേഷണത്തിന് പോയാലോ. അവിടെ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്, ശവകുടീരങ്ങൾ കരയാറില്ല, കരയാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല എന്ന്. അഭിമന്യു ശവകുടീരത്തിൽ കിടന്ന് കരയുന്ന കരച്ചിൽ ഒന്ന് അടങ്ങണമെങ്കിൽ, അവൻ്റെ ആത്മാവിന് ശാന്തത കിട്ടണമെങ്കിൽ, ഇതിൽ കൊല്ലാൻ, ഇദ്ദേഹത്തെ അഭിമന്യുവിനെ കൊല്ലാൻ നിന്ന ആൾക്കാരെ പിടികൂടണം. അതിനുള്ളൊരു ആർജവം പിണറായി സഖാവിനുണ്ടായിട്ടില്ല. തെളിവുകൾ പലതും നശിപ്പിച്ചു കഴിഞ്ഞു. അല്ല, സതീശന്റെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസുകാരൊന്ന് അന്വേഷിക്കട്ടെന്നേ. എന്താ പ്രിയന് വിഷമമുണ്ടോ? ഇല്ല, അവരന്വേഷിക്കില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും SDPയുടെ ഒക്കെ പിന്തുണയോടുകൂടി ഭരിക്കുന്നവർ അവർ ചെയ്യില്ല. ഒരു സംഘടനയെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് കൊലപാതകത്തിന് കാരണമായ ആൾക്കാരെ അല്ലെങ്കിൽ കൊലപാതകികളെ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയാത്ത കാര്യം എൻ്റെ വായിലേക്ക് വെക്കണം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ആ
കുറ്റവാളികളെ കണ്ടുപിടിച്ച് അവർക്കെതിരെ കേസ് ഷീറ്റ് ചാർജ് ചെയ്യണമെന്ന് ഞാനൊരു അമ്മ എന്ന നിലയിൽ പറയുന്നു. വേറെ യാതൊരു എനിക്ക് താല്പര്യമില്ല. ശ്രീനിവാസൻ ജിയുടെ അമ്മ പൊട്ടി എൻ്റെ മേത്തേക്കാണ് ആർത്തി വീണ് കരഞ്ഞത്. അത് ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ അമ്മ ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടതാണ്. കാരണം അമ്മയും ശ്രീനിവാസൻ ജിയുടെ അമ്മയും കൊലീഗ്സ് ആയിരുന്നു. എത്രയോ അമ്മമാരത് കണ്ട് തപിച്ചിട്ടുണ്ടാവും. ശ്രീനിവാസൻ ജിയുടെ അമ്മയ്ക്ക് ഇപ്പോഴും സുബോധമായിട്ടില്ല. ഭാര്യ അഡ്വക്കേറ്റാണ്. അവർക്കും ഇപ്പോഴും സുബോധമായിട്ടുള്ള മോളിപ്പോൾ 10ാം ക്ലാസ് നല്ല നിലയിൽ പാസ്സായി. ഇങ്ങനെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഏത് പാർട്ടിയുടെയും ആകട്ടെ, രമേശ് ചെന്നിത്തല ജനങ്ങൾ വിശ്വാസം അർപ്പിച്ച് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നു. ഇതിനു മുമ്പ് 10 കൊല്ലം മുമ്പും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. 10 കൊല്ലത്തിനിടയ്ക്കും അതിനു മുൻപും നടന്ന വാടിക്കൽ രാമകൃഷ്ണൻ ജിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ഒന്ന് അന്വേഷിക്കണം. മാത്രമല്ല, ഇപ്പോൾ വാടിക്കൽ രാമകൃഷ്ണന്റെ കേസ് CBI എങ്ങാനും വന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഉറപ്പാണ് പിണറായി വിജയൻ അകത്താവും. അകത്തായേ പറ്റുള്ളൂ. ലീല ചേച്ചി പലരുടെയും കാര്യം പണ്ട് അതിൽ പ്രതികൾ ഓരോരുത്തർ എങ്ങനെയാണ് മരിച്ചതെന്ന്. 16 വയസ്സിൽ വിവാഹം കഴിച്ച് 19 വയസ്സോളം മുറച്ചക്കൻ തന്നെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, പ്രിയൻ എങ്ങനെയാ ആ ചേച്ചി ഇത്രയും ഇതായിട്ട് സംസാരിക്കാൻ പറ്റുന്നു? വർഷങ്ങൾ 56 കഴിഞ്ഞെങ്കിൽ പോലും എങ്ങനെയാ ചേച്ചിക്ക് സംസാരിക്കാൻ? കൂടം കൊണ്ട് അടിച്ചാണ് കൊല്ലുന്നത്. അതെ, തലയുടെ പുറകിൽ ഇങ്ങനെ അടിച്ച്, അതും രാവിലെ അല്ല, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുവേ. പ്രത്യേകിച്ച് അവിടെ സംഘർഷമൊന്നും ഇല്ലായിരുന്നു. വെറുതെ ഒരു വിനോദത്തിന് കൊല്ലാൻ വേണ്ടി, അതായത് തല പൊട്ടി ചോര ഒഴുകുന്നത് കാണാൻ വേണ്ടിയിട്ട് കണ്ട് ആർത്തി പൂണ്ട ആൾക്കാർ, ചോര കാണാനുള്ള ആർത്തി പൂണ്ട ഒരു സംഘം ആൾക്കാർ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒരു നരബലിയായിരുന്നു അതെന്ന് പറയണം. അതുപോലെ നടത്തട്ടെ, നമ്മുടെ നിതിൻ രാജിന്റെ കാര്യം നടത്തട്ടെ, ഡെന്റൽ വിദ്യാർത്ഥികൾ നടത്തട്ടെ, സിദ്ധാർത്ഥിന്റെ കാര്യം നടക്കട്ടെ, വിഷ്ണുവിന്റെ കാര്യം നടക്കട്ടെ. ഏതൊക്കെ മാതാപിതാക്കൾക്ക് തോന്നുന്നു ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ല, അതായത് നീതി ലഭിച്ചിട്ടില്ല എന്ന് ഏതൊക്കെ മാതാപിതാക്കൾക്കോ സഹപ്രവർത്തകർക്കോ സഹോദരങ്ങൾക്കോ തോന്നുന്നെങ്കിൽ അവരൊക്കെ ഒരു ലിസ്റ്റായിട്ട് അയച്ചു കൊടുക്കട്ടെ. ഇപ്പം രാജ്യം ഭരിക്കുന്നത് മോഡി സർക്കാരാണ്. കേരളം ഭരിക്കുന്നത് ഇത്രയും വലിയ ജനങ്ങളുടെ ഏറ്റവും വലിയ മാൻഡേറ്റോട് വന്നിരിക്കുന്ന ഒരു സർക്കാരാണ്. ആരെയും പേടിക്കേണ്ട കാര്യം അവർക്കില്ല. നമ്മൾക്ക് ജനങ്ങളോട് ഉള്ള കൃത്യനിർവഹണത്തിന് തടസ്സമാവുന്ന ഒന്നും ഇപ്പോഴില്ല. എല്ലാവരുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടട്ടെ, ശവകുടീരങ്ങൾ കരയാതിരിക്കട്ടെ.